വഴുതനങ്ങ തീരെ ഇഷ്ടമില്ലാതിരുന്ന എന്നെ വരെ ഫാനാക്കി മാറ്റിയ ഒരു ഐറ്റമാട്ടോ ഇത്. ഒരിടയ്ക്ക് ഭയങ്കര ട്രെൻഡിങ്ങും വൈറലുമായ ഒരു റെസിപ്പിയാണ് ഇത്. അതും എല്ലാവരും ഒരു വട്ടമെങ്കിലും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു അടിപൊളി ബ്രിഞ്ചാൾ ഫ്രൈഡ് റെസിപ്പിയായിട്ടോ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്കിന്ന് കുറച്ച് വഴുതനങ്ങ കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മുടെ പറമ്പിലുണ്ടായ നല്ല ഓർഗാനിക് വഴുതനങ്ങയാണ്. അപ്പോൾ ഇത് ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഇഞ്ചിയും വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുക്കാവേ. അത് നമ്മൾ മാരിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാട്ടോ നമ്മളിങ്ങനെ ചതച്ചെടുക്കുന്നത്. പേസ്റ്റ് ആക്കേണ്ട, നമ്മളിവിടെ ചതച്ച് മാത്രമേ എടുത്തിട്ടുള്ളേ. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള വെളുത്തുള്ളിയും ഇഞ്ചിയും നമ്മുടെ ഇടുകല്ലിലിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്യാൻ ആവശ്യമായ ഓൾമോസ്റ്റ് 1 ടേബിൾ സ്പൂണോളം മുളക് പൊടി നമ്മൾ ചേർത്തിട്ടുണ്ട്. ഒരു പിഞ്ചോളം മഞ്ഞൾപ്പൊടിയും നമ്മൾ ചേർക്കുന്നുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂണോളം മീറ്റ് മസാലയാട്ടോ. ഈ മീറ്റ് മസാല ഓപ്ഷണലാട്ടോ, പക്ഷെ ചേർത്താൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. ഇനി നമ്മൾ ചതച്ച് വെച്ചേക്കുന്ന നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. കണ്ടോ, ഞാൻ പറഞ്ഞില്ല നല്ല പേസ്റ്റ് ആകേണ്ട കാര്യമില്ല, ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തത് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ഗരം മസാലയാട്ടോ. അതും ഓപ്ഷണലാണ്, ചേർത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ നമ്മൾക്ക് ഇതിനാവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ചേർക്കുമ്പോൾ നമ്മുടെ വഴുതനങ്ങ എത്രയുണ്ടോ അതനുസരിച്ച് നമ്മൾ ഉപ്പും ചേർത്ത് കൊടുക്കണേ. ഇനി നമ്മൾ അതിലേക്ക് വളരെ കുറച്ച് മാത്രം കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇൻ കേസ് നിങ്ങൾക്ക് കോൺഫ്ലോർ ഇല്ലെങ്കിൽ നമ്മുടെ നോർമൽ അരിപ്പൊടി ചേർത്ത് കൊടുത്താലും മതി. നമ്മുടെ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന വഴുതനങ്ങയിലോട്ട് ഈ മസാല എല്ലാം കൂടി നല്ല കോട്ട് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ടാട്ടോ കോൺഫ്ലോറോ അല്ലെങ്കിൽ അരിപ്പൊടിയോ ചേർക്കുന്നത്. ഇനി അത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാനായിട്ട് നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് അതൊരു മസാല ഫോമിലേക്ക് കുഴച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന നമ്മുടെ വഴുതനങ്ങ എല്ലാം കൂടി ആ മസാലയിൽ ചേർത്ത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് ഒരു 5 മിനിറ്റ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. മസാല എല്ലാം നമ്മുടെ വഴുതനങ്ങ പിടിക്കാൻ വേണ്ടിയിട്ടാട്ടോ. ഇനി നമ്മളൊരു പാൻ ചൂടാക്കിയിട്ട് നമ്മൾ അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ആ എണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ നേരത്തെ ഒരു 5 മിനിറ്റ് മുന്നേ മാരിനേറ്റ് ചെയ്ത് എടുത്ത് മാറ്റി വെച്ചിരുന്ന നമ്മുടെ ഓരോരോ വഴുതനങ്ങയുടെ പീസസ് ആയിട്ട് നമുക്ക് ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഇതിനധികം വേവ് വരുന്നില്ല കേട്ടോ, പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും. ഇതിങ്ങനെ എണ്ണ ഫ്രൈ ചെയ്യുന്ന കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടല്ലേ. ചിക്കനും മീനും ഒക്കെ ഫ്രൈ ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് തോന്നുന്നില്ലേ? അതുപോലെ തന്നെ ഇത് കഴിക്കാനും അടിപൊളിയാണ്. ഇതിപ്പോൾ ഇതാ മൂത്ത് വരുമ്പോൾ നല്ല ആ വെളുത്തുള്ളിയൊക്കെ മൂത്തതിന് നല്ല ഒരു സ്മെല്ല് വരുന്നുണ്ട്. ഈ സ്മെല്ല് വരുമ്പോഴേ നമുക്ക് കഴിക്കാൻ തോന്നും. നമുക്കതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഇത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു ഡിഷാണ്. അതായത് ഇത് മൂത്ത് വരാനായിട്ട് അധികം സമയമാകുന്നില്ല. കണ്ടോ, പെട്ടെന്ന് തന്നെ നമ്മുടെ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണുമ്പോൾ നല്ല മീൻ വറുത്തതൊക്കെ പോലെ തോന്നും അല്ലേ. ഇത് കഴിക്കാനും അടിപൊളിയാണ്. എല്ലാവരും ഒന്ന് വഴുതനങ്ങ കിട്ടുമ്പോൾ ട്രൈ ചെയ്ത് നോക്കണേ. സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് ഇത്. അപ്പോൾ നിങ്ങളിങ്ങനെ കഴിച്ചിട്ടുണ്ടോ, കഴിക്കാറുണ്ടോ എന്നൊക്കെ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇനി ഇതുപോലത്തെ സിമ്പിൾ റെസിപ്പീസിനായിട്ട് നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് ഫോളോ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.